സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചർച്ച നടത്തി. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ മണിക്കൂറുകളോളം ചർച്ച നടത്തിയതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയും തമ്മിലാണ് ചർച്ച നടത്തപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഇപ്പോഴത്തെ നിലവിലെ സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇറാൻ സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തിയിട്ടേ ഇല്ല. അവർ തമ്മിൽ എന്തെങ്കിലും ഡീലിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ പല മീഡിയക്കാരും ചോദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും സാധാരണ ഇതിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരം കിട്ടാറുമില്ല. ഇപ്പോഴത്തെ നിലവിലെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയം എന്ന് പറയുന്നത് UAEയുടെ പൊടുന്നനെയുള്ള നിലപാടാണ്. ഇത് യഥാർത്ഥ സൗദി അറേബ്യയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒന്ന്, ഒപ്പക്കിൽ നിന്ന് അവർ പിന്മാറി. രണ്ടാമത്, അറബ് ലീഗിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം UAE നടത്തി. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ സംയുക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് നിരാശാജനകമാണ്. അത്തരം ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ആ തരത്തിലാണ് അവർ പോകുന്നത്. എന്നാൽ ഇതിന് മറുപടി എന്ന പോലെ തന്നെ ഒരു അറബ് രാജ്യത്തിൻ്റെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പേരൊന്നും ഇതിൽ കാണുന്നില്ല. അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് ഈ ഒരു വൈകാരികപരമായിരിക്കുന്ന ബന്ധങ്ങളും ഇടപെടലും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒപ്പക്കിൽ നിന്ന് പിന്മാറിയത് അതൊരു രാഷ്ട്രീയപരമായിരിക്കുന്ന എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം എന്ന് പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുകയാണ് മറ്റ് രാജ്യങ്ങൾ ചെയ്തത്. കാര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രാജ്യം UAEക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള സഹകരണം. അതൊരിക്കലും സൗദി അറേബ്യക്ക് ഇഷ്ടമുള്ളതല്ല, താല്പര്യമുള്ള കാര്യമല്ല. ഇറാനും അങ്ങനെ തന്നെയാണ്. കാര്യം പരസ്യമായ രീതിയിൽ ഇസ്രായേലിന് സഹായം തേടുക, ഇറാൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ അയൺ ഡോം പോലെയുള്ള സംവിധാനത്തെ സൃഷ്ടിക്കുക, അതിന് കാവലിരിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, ഇതൊന്നും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഉചിതമല്ല. 10,000-കണക്കിന് പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത ഒരു രാജ്യത്തിൻ്റെ അധിപന്മാർക്ക് അല്ലെങ്കിൽ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് തങ്ങളുടെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് അവർക്കൊരു പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത് തന്നെ ഗുരുതരമായിരിക്കുന്ന തെറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് 5-10 ദിവസത്തിനിടയിൽ നോക്കുമ്പോൾ ഇറാൻ ഏറ്റവും കൂടുതൽ ആക്രമിച്ച UAE ആണ്. പിന്നെ ഖത്തറിന് അക്രമം കിട്ടിയിട്ടുണ്ട്, കുവൈത്തിനും മോശമല്ല, അവർക്കും കിട്ടിയിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യക്കോ ഒമാനോ അക്രമം കിട്ടിയതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ബഹ്റൈനും ഏറെക്കുറെ ഇല്ല എന്നാണ് അനുമാനം. ഈ ഒമാനെ സംബന്ധിച്ചിടത്തോളം സൗഹൃദ രാജ്യത്തിനപ്പുറം നയതന്ത്ര ബന്ധത്തിലൊക്കെ വലിയ രീതിയിൽ ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഇറാനും ഒമാനും. എന്നാലും 2 കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിൽ കടന്നുകൊണ്ട് പോരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന കപ്പലാണ് ആക്രമണം നടത്തിയത് എന്ന് അന്ന് ആ സമയത്ത് തന്നെ ഇറാൻ അതിന് പ്രതികരിച്ചു. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത പ്രതികരണമൊന്നും ഒമാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. കാര്യം ബന്ധങ്ങൾ തകർന്നാൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ്. ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു സ്ഥിതി വിശേഷങ്ങൾ സംജാതമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അഥവാ ഇസ്രായേലിനെതിരെ, അതായത് ഫലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഊന്നൽ നൽകിക്കൊണ്ട് ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ നേതൃത്വത്തിൽ ആന്തരികമായിരിക്കുന്ന ഒരു ശ്രമം നടക്കുന്നുണ്ട്. അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ സംഘടിച്ച് നിന്നുകൊണ്ട് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഈ സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരു അവസരം കിട്ടില്ല. ഇപ്പോൾ ഇറാനാണ് പ്രധാനമായിരിക്കുന്ന വിഷയം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയം കഴിഞ്ഞാൽ പിന്നീട് ഏറെക്കുറെ ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആദ്യം ചെയ്തിരിക്കുന്ന അതേ പ്രവൃത്തി തന്നെ, ഗസയെ ആക്രമിക്കുക, വെസ്റ്റ് ബാങ്കിനെ ആക്രമിക്കുക, സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുക, പലസ്തീനുകളെ ഒഴിവാക്കുക, ആട്ടിത്തെളിപ്പിക്കുക, അവരെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്തവരെക്കുറിച്ച് വിവരങ്ങളില്ലാതിരിക്കുക, ചിലപ്പോൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മൃതദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ പോലും കവർന്നെടുക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലും ഹമാസ് ആരോപിച്ചതാണ്. തങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത്, അതായത് മരണപ്പെട്ട പാലസ്തീനികളെ ഇസ്രായേൽ ജയിലിൽ നിന്ന് ഗസയിലേക്ക് കൈമാറുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഇങ്ങനെ അമർന്നു നിൽക്കുന്ന രീതിയിലാണ് ബോഡികൾ ഉണ്ടാവാറുള്ളത്. ഞങ്ങളത് പല ഘട്ടത്തിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മൃതദേഹം എത്തിക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഇതാണ് ഉണ്ടാവാറില്ല എന്ന് നോക്കുന്ന സമയത്ത് ആന്തരികമായിരിക്കുന്ന അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇവരെ കൊലപ്പെടുത്തുന്നത് എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ അന്ന് തന്നെ, അത് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം തന്നെ അവരിങ്ങനെ റിപ്പീറ്റായിട്ട് ആവർത്തിച്ചു കൊണ്ടേ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അഥവാ ഈ യുദ്ധം ലക്ഷ്യം കണ്ടിട്ടില്ല. അഥവാ 2021 ഒക്ടോബർ 7-ാം തീയതി
ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് ഗസയുടെയും പാലസ്തീൻ്റെയും സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അവർക്ക് സമ്പൂർണ്ണമായിരിക്കുന്ന അവകാശം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ 2023 പടർന്ന് പന്തലിച്ചിരിക്കുന്ന ആ യുദ്ധം പോയി എവിടെ എത്തി? ഇറാനിലെത്തി. ഇപ്പോൾ ഇറാനും ഇസ്രായേൽ തമ്മിൽ, അല്ലെ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഇതിൻ്റെ തുടർച്ചയാണ്. ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ലക്ഷ്യത്തിലേക്കാണ് എന്ന് പല ഘട്ടത്തിലും ലോക മാധ്യമങ്ങളും മീഡിയകളും തന്നെ ഈ കാര്യത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിരിക്കുന്ന കാര്യം, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമാവാൻ വേണ്ടി 160-ലധികം രാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട പ്രമേയം UN സഭയിൽ പാസ്സാക്കിയെടുത്തതാണ്. പിന്നീട് അതിന് സായുധപരമായ രീതിയിലുള്ള ഒരു അംഗീകാര കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ട്. ഘട്ടഘട്ടമായിട്ട് തങ്ങൾ അതും നൽകുമെന്ന് ബ്രിട്ടൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലാണ് പ്രതികരിച്ചത് ഇസ്രായേലിനേക്കാളേറെ ശക്തിയോടുകൂടി അമേരിക്ക. പിന്നെ അതങ്ങനെ കെട്ടടങ്ങിപ്പോയി. പിന്നെ അതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ അത് ലെബനാനിൽ ആക്രമണം കൂടി വന്നു. പിന്നെ അതിന് ശേഷം 2025 ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു. അങ്ങനെ വാർത്താ പ്രാധാന്യം മറ്റൊരു തലത്തിലേക്ക് നീങ്ങും തോറും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അവകാശ കാര്യങ്ങളൊക്കെ മന്ദീഭവിച്ചു പോകുന്നു. അത് പാടില്ല എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നടത്തിയ ചർച്ച വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് തന്നെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.